മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2024 മാർച്ച് 15 ശനി. റമദാനിൽ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാനും സമൂഹത്തിൽ ഛിദ്രത വളർത്താനുമുള്ള സംഘപരിവാർ ശ്രമങ്ങളാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത്. സംഘപരിവാർ റമദാനിൽ ഉന്നമിടുന്നത്. ലോകമൊട്ടുക്കുമുള്ള മുസ്ലിം ജനത ഓരോ വർഷവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന വിശുദ്ധ മാസമാണ് റമദാൻ. വ്രതമനുഷ്ഠിച്ച് സങ്കടങ്ങളും തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടാനും ഭാവി ജീവിതം സമാധാനപൂർണ്ണവും ധന്യവുമായി തീരാനുമായുള്ള പ്രാർത്ഥനകളിൽ മുഴുകുന്ന, ദാനധർമ്മങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും അധികരിപ്പിക്കുന്ന ഈ നാളുകളുടെ ചൈതന്യവും സേവനവ്യാപ്തിയും ആ സമുദായ വട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. ഗണ്യമായ മുസ്ലിം ജനസംഖ്യയുള്ള ലോകരാഷ്ട്രങ്ങളിൽ പ്രമുഖമായ ഇന്ത്യയിലും റമദാൻ സമഭാവനയുടെയും സൗഹാർദ്ദത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാസമായിരുന്നു. യമുനാ തീരത്തെ ക്ഷേത്ര നഗരികളിലുൾപ്പെടെ മുസ്ലിം സഹോദരങ്ങളെ നോമ്പു തുറപ്പിക്കാനും അവർക്ക് അത്താഴമൊരുക്കാനും സാധുക്കൾക്ക് സഹായം നൽകാനും സഹോദര മതസ്ഥർ മത്സരബുദ്ധിയോടെ ആവേശം പുലർത്തിയിരുന്നത് ഏറെ പണ്ടല്ല. നാടൊട്ടുക്കുമുള്ള സക്കാത്ത് റിലീഫ് കൂട്ടായ്മകൾ സ്വരൂപിക്കുന്ന സക്കാത്ത് ധനം വിനിയോഗിക്കപ്പെടുന്നത് വീടുകൾക്കും ജീവനോപാധികൾക്കും ചികിത്സാ സേവനത്തിനും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് മതം നോക്കിയല്ല, മനുഷ്യാവസ്ഥകൾ പരിഗണിച്ചാണ്. ഡൽഹി ജമ്മ മസ്ജിദിനടുത്തും മുംബൈ ബിന്ദി ബസാറിലും മുഹമ്മദ് അലി റോഡിലും ലക്നൌവിലെ ഗേറ്റുകളിലും ഹൈദരാബാദിലെ ചാർമിനാർ പരിസരത്തും ചെന്നൈ ട്രിപ്ലക്കേനിലും കേരളത്തിലെ മട്ടാഞ്ചേരിയിലും കോഴിക്കോടും ഉൾപ്പെടെ നാനാ ദിക്കുകളിലെ ചെറുതും വലുതുമായ ഇന്ത്യൻ പട്ടണങ്ങളിലും ഗല്ലികളിലും ഈ 30 നാളുകളിൽ മാത്രം ദൃശ്യമാവുന്ന ഒരുമയുടെയും പങ്കുവെപ്പിൻ്റെയും രുചി വൈവിധ്യത്തിൻ്റെയും നിറപ്പകിട്ടാർന്ന റമദാൻ വൈബ് രൂപപ്പെടുത്തുന്നത് ഈ സമുദായം ഒറ്റയ്ക്കല്ല. കാലുകുത്താൻ ഇടമില്ലാതെ കുത്തി നിറഞ്ഞ് സമയം തെറ്റിയോടുന്ന ട്രെയിനുകളിൽ ഇഫ്താർ സമയം ഓർമ്മിപ്പിച്ച് നോമ്പുകാർക്കായി വെള്ളക്കുപ്പികളും പലഹാരപാത്രങ്ങളും കടലപ്പൊതികളും നീട്ടുന്ന സഹയാത്രികരുടെ സ്നേഹത്തോളം മധുരമുണ്ടാവില്ല വിപണിയിലെ മുന്തിയ ഈത്തപ്പഴങ്ങൾക്ക് പോലും. ഈ പറഞ്ഞ കാഴ്ചകളെല്ലാം കഥകളായിരുന്നുവെന്ന് തോന്നിപ്പിക്കും വിധത്തിൽ മുസ്ലിം സമൂഹത്തെ അന്യവൽക്കരിക്കാനും വേദനകളിലേക്ക് തള്ളിയിടാനുമുള്ള ഒരു ആസൂത്രിത ഗൂഢശ്രമം കുറച്ച് വർഷങ്ങളായി ഓരോ റമദാനിലും രാജ്യത്ത് നടമാടുന്നു. ഉത്സവ ഘോഷയാത്രകൾക്കിടയിൽ പ്രകോപനം ഇളക്കിവിട്ട് അക്രമവും തീവപ്പും ബുൾഡോസർ പ്രയോഗവും നടത്തുന്ന രീതി 2-3 വർഷമായി പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റമദാനിൽ ഫലസ്തീനികൾക്കും അവിടുത്തെ ആരാധനാലയങ്ങൾക്കും നേരെ സയനിസ്റ്റ് ഭരണകൂടം നടത്തുന്ന വേട്ടയാണ് ഇന്ത്യയിലും കടം കൊള്ളുന്നത് എന്ന് തോന്നിപ്പോകുന്നു. ഈ വർഷവും റമദാനിൽ പാതിയാകുമ്പോഴേക്ക് മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ച് ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കാനും സമൂഹത്തിൽ ഛിദ്രത വളർത്താനുമുള്ള ഒട്ടനവധി ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി അരങ്ങേറിക്കഴിഞ്ഞു. ബുൾഡോസർ വാഴ്ചയ്ക്കെതിരെ രാജ്യത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ ശക്തമായ താക്കീത് വിധികൾ നിലനിൽക്കെ യാതൊരു മുന്നറിയിപ്പ് നൽകാതെ റോഡ് വികസനത്തിൻ്റെ പേരിൽ അഹമ്മദാബാദ് നഗരസഭ ഇടിച്ചു നിരത്തിയ 2 പള്ളികളുടെയും വീടുകളുടെയും കടകളുടെയും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നാണ് ഗുജറാത്ത് ഗോംതിപൂരിലെ വിശ്വാസികൾ കരഞ്ഞുകലകിയ കണ്ണുകളാൽ മാസപ്പിറവി കണ്ടത് തന്നെ. നോട്ടീസ് നൽകാതെ ഒരു തൊഴിലാളിയുടെ കുടിലിലേക്ക് തിരച്ചിലിനായി ഇരച്ചുകയറിയ പോലീസ് ഉമ്മയുടെ ചൂടുപറ്റി ഉറങ്ങിക്കിടന്ന 1 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ബൂട്ടിനാൽ ചവിട്ടിക്കൊന്നത് രാജസ്ഥാൻ ആൾവാറിലെ രഘുനാഥ് ഘട്ടിൽ. ഗുജറാത്തിലെ വട്വയിൽ രാത്രി നമസ്കാരത്തിന് പോയ കുട്ടികൾക്കും യുവാക്കൾക്കും കല്ലേറാണ് നേരിട്ടതെങ്കിൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നമസ്കാരം കഴിഞ്ഞു വന്ന അദ്നാൻ ഖാൻ എന്ന 22-കാരൻ്റെ ജീവനെടുത്തു അക്രമികൾ. ഗോരക്ഷയുടെയും ലവ് ജിഹാദിൻ്റെയും മറയിൽ സംഘപരിവാർ മന്ത്രിമാർ ദിനേന എന്നോണം തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം വിദ്വേഷ പരാമർശങ്ങളും അവരുടെ അക്രമിക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന അരുതായ്മകളും വിസ്താര ഭയത്താൽ വിവരിക്കുന്നില്ല. സമുദായങ്ങൾക്കിടയിൽ സംശയവും വയർവും സൃഷ്ടിക്കാൻ ചുട്ടെടുത്ത ലവ് ജിഹാദ് കെട്ടുകഥകളുടെയും അതിന്മേൽ കെട്ടിപ്പൊക്കിയ അന്യായ നിയമങ്ങളുടെയും മറവിൽ മുസ്ലിം യുവാക്കളെ കൊല്ലങ്ങളോളം തടവറയിൽ തള്ളിയത് മതിയാവാതെ ഇത്തരം കേസുകളിൽ തൂക്കിക്കൊല്ലാനുള്ള സാധ്യത തേടുകയാണ് മധ്യപ്രദേശിലെ ഹിന്ദുത്വ സർക്കാർ. ഹോളി ഉൾപ്പെടെ സകല മതാഘോഷങ്ങളും പ്രാദേശിക ഉത്സവങ്ങളും ആചാരങ്ങളും ക്യാമ്പസുകളിൽ കൊണ്ടാടപ്പെടുന്ന കാലത്ത് സഹപാഠികൾ ഇഫ്താർ നടത്തിയെന്ന പേരിലാണ് വർഗീയവാദികൾ ഉത്തരാഖണ്ഡിലെ ആയുർവേദ കോളേജിൽ കയറി കുഴപ്പമുണ്ടാക്കിയത്. ഇതൊന്നും പോരാനിട്ടാണ് UP ബലിയയിലെ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് മുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകരുതെന്നും മുസ്ലിം വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും വേറിട്ട കെട്ടിടം പണിയണമെന്നും BJP നിയമസഭാംഗം ആവശ്യമുന്നയിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷവും വംശീയ വൈരവും വളർത്തുന്ന പ്രവണതയ്ക്കെതിരെ ലോകം ഇന്ന് ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനം ആചരിക്കെ രാജ്യത്തെ പൗരജനങ്ങൾക്ക് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കൊന്നും അർഹരല്ലാത്ത വിധം അന്യരാണ് നിങ്ങൾ എന്ന സന്ദേശമാണ് ഭരണകൂട പിന്തുണയിൽ നടത്തുന്ന അതിക്രമങ്ങൾ മുസ്ലിം സമൂഹത്തോട് പറയുന്നത്. അതിക്രമത്തിന് ഇരയാവുന്ന ജനതയ്ക്ക് മുന്നിൽ വെച്ച് അക്രമികളെ എന്ത് പേര് വിളിക്കണമെന്ന ചർച്ച മുറുകവേ പിന്തുടരുന്ന വിചാരധാര ഏതെന്ന് ലവലേശം സംശയമില്ലാതെ വംശീയ വൈരം കൊഴുപ്പിക്കുകയാണ് സംഘപരിവാർ ഫാസിസ്റ്റുകൾ. മാധ്യമം പോഡ്കാസ്റ്റ്.